ഹായ് നമസ്കാരം. ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം 2-3 ദിവസമായി നമ്മൾ ന്യൂസ് ചാനലിൽ കൂടെ നമ്മൾ കാണുന്ന ഒരു ന്യൂസുണ്ട്. ഒരു പിഞ്ചു കുഞ്ഞിനെ മൃഗീയമായിട്ട് അസ്കർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കൊലപ്പെടുത്തിയ കാര്യം. ഈ ന്യൂസ് കേട്ട് വളരെ ഷോക്കിംഗ് ആയിട്ട് നിൽക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. ശരിക്കും പലയിടത്തും പല കുഞ്ഞുങ്ങളും, പിഞ്ചു കുഞ്ഞുങ്ങളും ഇതുപോലെ മൃഗീയമായി കൊലപ്പെടുന്നുണ്ട്. രണ്ടാനമ്മയുടെ കയ്യിൽ നിന്നും, രണ്ടാനച്ഛൻ്റെ കൈ കൊണ്ടും, സ്വന്തം അച്ഛൻ്റെ കയ്യിൽ നിന്നും, സ്വന്തം അമ്മയുടെ കൈ കൊണ്ടായാലും പിഞ്ചു കുഞ്ഞുങ്ങൾ ഇപ്പോൾ കൊലപ്പെടുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഗൈസ്, 2019 20 എന്ന് എനിക്ക് ഓർമ്മയില്ല. ഡേറ്റ് ഓർമ്മയില്ലെന്നാണ് പറഞ്ഞത്. എനിക്ക് ആ സംഭവം നല്ല ഓർമ്മയുണ്ട്. തൊടുപുഴയിലാണോ മൂവാറ്റുപുഴയിലാണോ എന്നറിയില്ല. ഒരാളുടെ ഒരു കുഞ്ഞിനെ, ഒരു അമ്മയുടെ കാമുകൻ പിഞ്ചു കുഞ്ഞിനെ മതിലിൽ ചേർത്ത് തലക്കടിച്ച് കൊന്നൊരു സംഭവമുണ്ട്. അതിന് ജാല എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടനയൊക്കെ ഉണ്ടാക്കി അതിന് ആ കുഞ്ഞിനെ നീതിക്കായിട്ട് പൊരുതിയ കുറച്ച് സംഘടനകളുണ്ടായിരുന്നു. അതിൽ ഫേസ്ബുക്കിൽ കണ്ട്, ഞാൻ ഗൾഫിൽ നിൽക്കുന്ന സമയത്തിൽ ഫേസ്ബുക്കിൽ കണ്ട് നാട്ടിൽ വന്നിട്ട് ഞാൻ അതിന് ജോയിൻ്റായി. പക്ഷേ ആ സംഘടനയുടെ രീതി എന്ന് പറയുന്നതും ആ കുട്ടിക്ക് നീതി മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടൊന്നും ആയിരുന്നില്ല. അപ്പോൾ 1.5 വയസ്സുള്ള ഒരു കൊച്ചിനെയും കൊണ്ട് ഒരു സ്ത്രീ വന്ന് ആ ജാലയിൽ പങ്കെടുത്ത് അതിൻ്റെ ഫോട്ടോ ഒക്കെ വളരെ ഫേമസ് ആയിട്ടൊക്കെ ആൾക്കാർ കൊട്ടി ആഘോഷിച്ചു. ചെറിയ കുഞ്ഞിന്, മരണപ്പെട്ട ഒരു ബാലകനിൽ നിന്നും മതിലിൽ ചേർത്ത് ഇടിച്ചു കൊന്ന ഒരു കുഞ്ഞിൻ്റെ നീതിക്ക് വേണ്ടി പോരാടിയ ഒരു സംഘം അതിൽ കാണിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിച്ചതിനെ തുടർന്ന് ആ സംഘടന ഒരിക്കലും ആ കുട്ടിക്ക് നീതിക്ക് വേണ്ടിയല്ല എന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ പാലാരിവട്ടം പോലീസ് സ്റ്റേഷൻ കംപ്ലൈൻറ്റ് ചെയ്തു. അവരെ വരുത്തിച്ചു. ആ സംഘടന തന്നെ പിരിച്ചുവിടിപ്പിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പല ആൾക്കാരും കുട്ടികളുടെ നീതിക്കായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങും. പക്ഷേ ഇതൊന്നും ജനൂനായിട്ട് ഇത് മുന്നോട്ട് പോകുന്നില്ല. ഈ കുട്ടികളെ കൊല്ലുന്ന കേസ്, കുട്ടികളെ ഇത്തരത്തിൽ കൊലപ്പെടുത്തുന്നതൊക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഇന്നോ ഇന്നലെയോ നടന്ന കാര്യങ്ങളൊന്നും അല്ല, നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ല. വർഷങ്ങളായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഇത്തരം ക്രിമിനലിസം, കൊച്ചു കുട്ടികളെ അതിക്രമിക്കുന്ന രീതികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ഇതുവരെയും ഒരു തട വന്നിട്ടില്ല. നിയമത്തിൻ്റെ മുന്നിലായാലും ഇനി ഏതെങ്കിലും സംഘടനകൾ വഴി ഇതിനൊരു പരിമിതികൾ, അതായത് ഇവർക്കെതിരെ നടപടികൾ സ്വീകരിച്ച് ഒരു കടുത്ത ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനിട്ട് ഏതെങ്കിലും സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല. പെട്ടെന്നൊരു സംഘടനയൊക്കെ രൂപീകരിച്ച് കുറച്ച് വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി പിരിവൊക്കെ നടത്തി കുട്ടിക്ക് നീതി എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് ഇറങ്ങിയിട്ട് പിന്നെ അതിനകത്ത് ചാളക്കറിയും മത്തിക്കറിയും ചീനി വേവിച്ച വോയിസൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഞാൻ അതിനെതിരെ പ്രതികരിച്ചിട്ട് അവസാനം എനിക്കെതിരെ അവർ തോളിറക്കി. അവസാനം ഞാൻ അവർക്കെതിരെ കംപ്ലൈൻറ്റ് ചെയ്തു പാലാരിവട്ടം പോലീസ് സ്റ്റേഷനെ വിളിച്ചു വരുത്തി ആ സംഘടനയെ പിരിച്ചുപിടിപ്പിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പം എനിക്ക് നിങ്ങളുടെ മുന്നിൽ പറയാനുള്ളത്, എല്ലാവരും ഒത്തുചേരുക. ഇത്തരം ക്രിമിനൽസ് കാര്യങ്ങൾക്കെതിരെ കൊച്ചു കുട്ടികൾക്ക് നീതി കിട്ടുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു സംഘടന രൂപീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതേ രീതിയിൽ രൂപീകരിച്ച് മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ റിക്വസ്റ്റ്. അപ്പോൾ ചോദിക്കും, കുട്ടികളുടെ കാര്യത്തിലൊക്കെ ചൈൽഡ് സൊസൈറ്റി ഇല്ലേ, അങ്ങനെയൊക്കെയുള്ള കുറച്ച് സംഘടനകളില്ലേ എന്നൊക്കെ ചോദിക്കും. ഉണ്ടാവാം. പക്ഷേ ഇതൊക്കെ ഒരു നിയമത്തിൻ്റെ രീതിയിലൊക്കെ ഇതൊക്കെ ഒരു ചെറിയൊരു മന്ദഗതിയിൽ മൂവിങ് ചെയ്തു പോകുന്ന കാര്യങ്ങളാണ്. ഇന്ന് ഈ കുട്ടിയെ ഇത്തരത്തിൽ കൊന്ന ഒരുത്തൻ നാളെ അവൻ ജാമ്യം എടുത്ത് അന്തസ്സായിട്ട് ഞെളിഞ്ഞ് നമ്മുടെ മുന്നിൽ കൂടെ നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഒരു മനുഷ്യർക്കും നീതി കിട്ടുന്നില്ല. ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ കൊലപാതകത്തിന് പോലും നീതി ഇവിടെ നിഷേധിക്കപ്പെടുകയാണ് ഗൈസ്. കൂടാതെ എനിക്കിപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, നമ്മളുടെ നാട്ടിൽ മാത്രമാണ് ഇത്തരം നിയമവ്യവസ്ഥകൾ മന്ദഗതിയിൽ മൂവിങ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കൊലയാളികൾക്ക് രക്ഷ നൽകി മുന്നോട്ട് പോകുന്നത്. ഇപ്പം തന്നെ ഈ ഇടയ്ക്ക് നമ്മളൊരു ന്യൂസിൽ കണ്ടോ, സൗദിയിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് 20 വർഷത്തോളം സൗദിയിൽ ജയിലിൽ കിടന്ന റഹീമിനെ നമ്മൾ എന്തോരം ജനങ്ങൾ
സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ 20 വർഷത്തിന് ശേഷം ഈ പെരുന്നാളിന് അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിലെത്തിച്ച് സ്വന്തം ഉമ്മയെ കാണിപ്പിക്കുവാൻ ഇടയാക്കിയത്. അപ്പം മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് അയാളുടെ നല്ല പ്രായത്തിൽ അയാൾ 20 വർഷം ജയിലിൽ കടന്ന് തീർത്തതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അത്തരം ശിക്ഷകളോ അത്തരം നിയമ നടപടികളോ ഒന്നും നമ്മുടെ ഇന്ത്യയിൽ രൂപീകരിക്കപ്പെടുന്നില്ല. അതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം. സത്യം പറഞ്ഞാൽ ഞാനൊരു അമ്മയല്ല, ഞാൻ പ്രസവിച്ചിട്ടില്ല. പക്ഷേ ഇത്തരം അവസ്ഥകൾ കാണുമ്പോൾ ഒരമ്മയുടെ വേദന അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ വേദന എന്താണെന്നുള്ളൊരു ആ ഒരു വിഷമം ഞാൻ എൻ്റെ ഉള്ളിൽ തൊട്ടറിയുന്നു. അപ്പോൾ ചോദിക്കുക, അമ്മമാർ കുഞ്ഞുങ്ങളെ കൊല്ലുന്നില്ലേന്നോ? അതുകൊണ്ട് ഗൈസ്, അങ്ങനെയും ഉണ്ട്. കാമുവിന് വേണ്ടി സ്വന്തം മക്കളെ ബലി കൊടുക്കുന്ന അമ്മമാരും അച്ഛന്മാരും എല്ലാം നമ്മുടെ ഇടയിൽ കാണപ്പെടുന്നുണ്ട്. പക്ഷേ പ്രസവിക്കാത്തൊരു സ്ത്രീ എന്നുള്ള നിലയിൽ എനിക്ക് ആ പിഞ്ചു കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ, ഇപ്പം ഇൻസ്റ്റാഗ്രാം ID കൂടെ ആ കുട്ടിയുടെ മുഖങ്ങൾ കാണുമ്പോൾ എൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നു ഗൈസ്. കൂടാതെ ഈ ഇടയ്ക്ക് ഞാനൊരു വീഡിയോ കണ്ടു കുറച്ച് മുമ്പേ. 2 കൈയും പാസ്റ്റ് ഇട്ടിട്ട് ആ സ്ത്രീ ആ കുഞ്ഞിനെയും കൊണ്ട് ഒരു യൂട്യൂബറുടെ മുന്നിൽ നിന്ന് സംസാരിക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു ഗൈസ്. അതിൽ ആ കുഞ്ഞിൻ്റെ ചിരി, ആ 2 കൈയിൽ അവൻ്റെ പ്ലാസ്റ്റർ ഇട്ടിട്ടും അവൻ്റെ മനസ്സിൻ്റെ സന്തോഷം, ആ യൂട്യൂബേഴ്സ് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിനെ ശരിക്കും ഫോക്കസ് ചെയ്ത് ആ കുഞ്ഞ് ശ്രദ്ധിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മറുപടികളും സംസാരങ്ങളും കേട്ടിട്ട് ചിരിക്കുന്ന ഒരു പുഞ്ചിരി വരെ ഞാൻ ആ ഫേസിൽ കണ്ടു. അത്രയോ ഓമനത്വമുള്ള ഒരു മകനെ ഈ അഷ്കർ എന്ന് പറയുന്ന നരഹത്യന് കൊല്ലാൻ തോന്നിയ ആ ഒരു മനസ്സിനെ എന്താ പറയുക. അദ്ദേഹം മുൻപ് കല്യാണം കഴിച്ച അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും 2 കൈ കൊണ്ട് തലയ്ക്ക് അമർത്തി അടിച്ചും പരിക്കേൽപ്പിച്ചും തലയ്ക്ക് രക്തം കട്ട പിടിച്ചു. ആ പെൺകുട്ടിയും ട്രീറ്റ്മെൻറ്റിലാണെന്നാണ് ഇപ്പോൾ അറിഞ്ഞത്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഈ ഒരു ദുഷ്ടനെ, ഇവനെ ഒരിക്കലും പുറത്തേക്ക് വിടാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. ഇതിനായിട്ട് ഇവനെതിരെ പ്രവർത്തിക്കുവാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഇവന് ഒരിക്കലും ജാമ്യമോ അല്ലെങ്കിൽ ഇവന് ഒന്നും നൽകരുത്. ഇവന് കടുത്ത ശിക്ഷ. അതുപോലെ ആ സ്ത്രീക്കും ഇവനൊപ്പം ഇത്തരം ക്രിമിനൽസും കുഞ്ഞിനെ ദ്രോഹിക്കാൻ വേണ്ടി കൂട്ടുനിന്ന ആ സ്ത്രീക്കും നിയമത്തിൻ്റെ മുന്നിൽ പോയി എന്ത് ശിക്ഷയാണോ അതിൽ മാക്സിമം ശിക്ഷ മേടിച്ചു കൊടുക്കത്തക്ക രീതിയിൽ ഒരു സംഘടന രൂപീകരിച്ച് മുന്നോട്ടിറങ്ങി വേണ്ടുന്ന നിയമസഹായങ്ങൾ ചെയ്തു കൊടുക്കണമെന്നാണ് എനിക്ക് പബ്ലിക്കിനോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. നമ്മളുടെ ഇന്ന് ഈ ന്യൂസ് കണ്ട് നാളെ നമ്മുടെ മനസ്സിൽ നിന്ന് പോവാം. 2 ദിവസം കഴിയുമ്പോൾ മറ്റൊരു കുഞ്ഞ് ഇതുപോലെ മരണപ്പെട്ടു എന്നുള്ളൊരു ന്യൂസുമായിട്ട് നമ്മുടെ ഇടയിലേക്ക് ഒരു ന്യൂസ് കടന്നു വരും. അപ്പോഴും നമ്മൾ കുറേയൊക്കെ ഇങ്ങനെ സംസാരിക്കും, പറയും, പോകും. പക്ഷെ ഇതിനെതിരെ പൊരുതാൻ അല്ലെങ്കിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾക്കെതിരെ പൊരുതാൻ ആരും മുന്നോട്ട് ഇറങ്ങുന്നില്ല ഗൈസ്. അതാണ് ഇവിടെ നോട്ടിഫൈ ചെയ്യേണ്ട ഒരു മെയിൻ കാര്യം. സത്യം പറഞ്ഞാൽ എല്ലാവരെയും കണ്ണു നനപ്പിക്കുന്ന ഒരു വാർത്തയായിപ്പോയി. ആ സ്ത്രീയെ സമ്മതിച്ചേ പറ്റൂ കേട്ടോ. സ്വന്തം കുഞ്ഞിനെ കൈകാല് അതെന്തോ മറിഞ്ഞു വീണു ഒടിഞ്ഞു എന്ന് പറഞ്ഞ കള്ളക്കഥകളും പറഞ്ഞിട്ട് സമൂഹത്തിൽ പ്രചരിപ്പിച്ച് സ്വന്തം കാമുകന് കൂട്ടുനിന്ന ആ സ്ത്രീയെ, അവളാണ് നമ്പർ 1 കൊലയാളിയെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇവളൊക്കെ സ്ത്രീയാണോ? ഇതൊക്കെ ഒരു അമ്മയാണോ? സ്ത്രീത്വത്തെയും മാതൃത്വത്തെയും അപമാനിക്കാൻ വേണ്ടി ഇത്തരം സ്ത്രീകൾ സമൂഹത്തിലുണ്ട് ഗൈസ്. ഇത്തരം സ്ത്രീകൾ കാരണം യഥാർത്ഥത്തിൽ ഒരമ്മയും ഒരു സ്ത്രീയും ഒക്കെ നാണം കെട്ടു പോവുകയാണ് സമൂഹത്തിൻ്റെ മുന്നിൽ. ഇതിനൊരു സ്റ്റോപ്പിംഗ് വന്നേ പറ്റൂ. നമ്മൾ ഇതൊരു സാധാരണ ന്യൂസായിട്ട് കണ്ട് തള്ളിക്കളയാതെ എല്ലാവരും ഇതിനു വേണ്ടി മാക്സിമം സപ്പോർട്ട് ചെയ്ത് ഒരു സംഘടന രൂപീകരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഒരു സംഘടന രൂപീകരിക്കണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. കൊച്ചു കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടന, ഇത്തരം നരബാലകന്മാർക്കെതിരെ പോരാടുന്ന ഒരു സംഘടന, അല്ലെങ്കിൽ അങ്ങേയറ്റം വരെ ആ കുട്ടിക്ക് നീതി മേടിച്ചു കൊടുക്കാൻ പറ്റി പോരാടുന്ന ഒരു സംഘടന, അതുണ്ടായേ പറ്റൂ നമ്മുടെ സമൂഹം. അപ്പോൾ ചോദിക്കും ഒരുപാട് സംഘടനകളില്ലേന്ന്. ഉണ്ട് ഗൈസ്, പക്ഷെ ഇവരാരും പ്രാക്ടിക്കലി വർക്കാണോ എന്ന് തന്നെ എനിക്കിപ്പോൾ സംശയമുണ്ട്.
അവർ വർക്ക് ആയിരുന്നെങ്കിൽ പ്രാക്ടിക്കലി കുട്ടികൾക്കെതിരെയുള്ള ഇത്തരം ക്രിമിനൽസുകൾക്കെതിരെ പൊഴുതുന്ന ഒരു സംഘടനയുണ്ടെങ്കിൽ നമ്മളുടെ നാട്ടിൽ ഇത്തരം ക്രിമിനലിസം കൂടി വരില്ല ഗൈസ്. അത് നിങ്ങൾ ഓർക്കുക. പേരിന് വേണ്ടി മാത്രമല്ല പ്രവർത്തിക്കേണ്ടത്, നീതിക്കായിട്ട് പ്രവർത്തിക്കുക. നീതി വേണം. നീതി ഉണ്ട്, നീതി കിട്ടുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പലയിടത്തും നീതി നമുക്ക് നിഷേധിക്കപ്പെടുന്നു ഗൈസ്. അത് സ്ത്രീകൾക്കായാലും കുട്ടികൾക്കായാലും വയോധികർക്കായാലും നീതി നിഷേധിക്കപ്പെടുന്നുണ്ട്. ഇപ്പം ഞാനൊരു കാര്യം പറയാം. സ്ത്രീകൾക്ക് 80% നീതി നടപ്പാക്കുന്നു, സ്ത്രീകൾക്ക് എവിടെ നീതി ഉണ്ട് എന്ന് പലരും പറയുന്നുണ്ടെങ്കിലും അതൊന്നും പ്രാബല്യത്തിലില്ല ഗൈസ്. അനിവസ്ഥയാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഞാനൊരു അനിവസ്ഥയാണ് ആ കാര്യത്തിൽ. ഞാൻ പൊരുതിയിട്ടുള്ള പല കാര്യങ്ങൾക്കും നീതി കിട്ടാതെ പോയിട്ടുണ്ട് ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എല്ലാവരും സങ്കടപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ദുഃഖാചരണങ്ങൾ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ വീഡിയോകൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ ദുഃഖങ്ങൾ പങ്കുചേർന്നിട്ടോ ഒന്നും കാര്യമില്ല. ഇതിനെതിരെ പൊരുതുവാൻ നമുക്കൊരു പ്ലാറ്റ്ഫോം വേണം. ആ പ്ലാറ്റ്ഫോം രൂപീകരിക്കുക എന്നുള്ളതാണ് ജനങ്ങൾ ചെയ്യേണ്ടത്. ആ പൊന്നുമോന് ഹൃദയത്തിൽ തൊട്ട് കണ്ണീർ കുതിർന്ന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. ആ മകൻ്റെ ഫാദർ പോയെടുത്തിട്ട് തന്നെ നല്ല രീതിയിൽ ആ കുട്ടിയുടെ പിതാവ് പോയെടുത്ത് തന്നെ ആ കുട്ടി ആ കരങ്ങളിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടെയെങ്കിലും അവൻ സുരക്ഷിതമായി നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഭൂമിയിൽ കിട്ടാത്ത സുരക്ഷിതം ചിലപ്പോൾ അവന് അവിടെ കിട്ടുമായിരിക്കാം. കാണുമ്പോഴും കേൾക്കുമ്പോഴും മനസ്സ് വല്ലാതെ വിഷമിക്കുന്നു. എന്തൊക്കെ കാണണം നമ്മളല്ലേ. ഇനിയെങ്കിലും എല്ലാവരും ഒന്ന് ഉണർന്നു പ്രവർത്തിക്കുക. ഇതിനെതിരെ നിങ്ങൾ മാക്സിമം പ്രതികരിക്കുക. ഈ കുഞ്ഞിൻ്റെ നീതിക്ക് വേണ്ടി മാക്സിമം നിങ്ങളെല്ലാവരും പ്രതികരിച്ച് ആ പൊന്നുമോന് നീതി വാങ്ങിക്കൊടുക്കുക. ഇത്തരം ദുഷ്ടന്മാർക്കും മാക്സിമം ശിക്ഷ കിട്ടുന്ന രീതിയിൽ കിട്ടത്തക്ക രീതിയിൽ നമ്മൾ പ്രയത്നിച്ച് നിയമത്തിൻ്റെ മുന്നിൽ എത്തിച്ച് മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് നിങ്ങളോട് ഹംബിളിയായി റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. ഒരിക്കൽ കൂടി ആ പൊന്നുമോന് കണ്ണീർ കുതിർന്ന ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ ഇവിടെ നിർത്തുന്നു ഗൈസ്. ദൈവം ആ പൊന്നുമോന് എല്ലാവിധ ഈ വാക്കുകളില്ല ഗൈസ് പറയാൻ. എന്നാലും ഞാൻ ഒന്നും കൂടി ആ മോന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ പൊന്നുമോന് സ്വർഗം തന്നെ ഈശ്വരൻ ഒരുക്കിയിട്ടുണ്ടാവുമെന്നുള്ള ഒരു ചിന്തയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കുന്നു.